തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകുമെന്നും സൂചന. UDF മന്ത്രിസഭയിലെ സുപ്രധാന പദവികളിലേക്ക് ആരൊക്കെ എന്ന കാര്യത്തിൽ ഏകദേശമായി തീരുമാനമായി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുമെന്നാണ് വിവരം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ പരിഗണിക്കപ്പെടുന്നു. ഇരുവരും മന്ത്രിസഭയിൽ ഉണ്ടാകില്ലെന്നാണ് സൂചന. മന്ത്രിസഭയിൽ ഇടം ലഭിക്കണമെന്ന ആഗ്രഹം തിരുവഞ്ചൂർ നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും നിയമസഭാ നടപടികളിലെ പരിചയവും ചട്ടങ്ങളിലുള്ള വ്യക്തമായ അറിവും കണക്കിലെടുത്താണ് സ്പീക്കർ പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചതെന്നാണ് സൂചന. ശബരിമലയിൽ ദേവസ്വം വിജിലൻസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ശബരിമലയിൽ പൂജാസാധനങ്ങളുടെ പേരിൽ വർഷങ്ങളായി വൻ തട്ടിപ്പ് നടന്നതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. കുറഞ്ഞത് 1 ദശാബ്ദമായി തുടരുന്ന ഈ ക്രമക്കേടിൽ ചില മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്ക് നിർണായക പങ്കുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായിരുന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന കാലത്തും തട്ടിപ്പ് തുടർന്നുവെന്ന വിവരവും റിപ്പോർട്ടിലുണ്ട്. എത്രത്തോളം സാമ്പത്തിക നഷ്ടമാണ് ദേവസ്വത്തിന് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായം തേടിയിരിക്കുകയാണ് വിജിലൻസ്. വയനാട്ടിലെ ഭീഷണി പോസ്റ്റർ ആസൂത്രിത നീക്കമെന്ന നിഗമനത്തിൽ കോൺഗ്രസ് നേതൃത്വം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾക്കിടെ വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ട വിവാദ പോസ്റ്ററുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ലക്ഷ്യമിട്ട് വന്ന പോസ്റ്ററുകൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. MLA ടി സിദ്ദിഖിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ഇരുപത് വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം നാട്ടിലേക്ക്. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സൗദി അറേബ്യയിലെ റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ഒടുവിൽ നാട്ടിലേക്ക്. 20 വർഷത്തിന് ശേഷമാണ് റഹീമിന്റെ മോചനം സാധ്യമാകുന്നത്. മെയ് 20 നാട്ടിലെത്തിയേക്കുമെന്നാണ് സൂചന. റഹീമിന്റെ 20 വർഷത്തെ ശിക്ഷാ കാലാവധി മെയ് 19 പൂർത്തിയാകും. മരിച്ച ബാലന്റെ കുടുംബത്തിന് ദിയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. മറ്റു വകുപ്പുകളിൽ 20 വർഷം തടവ് ശിക്ഷയായിരുന്നു വിധി. അതാണ് 19-ാം തീയതി അവസാനിക്കുന്നത്. SSLC പരീക്ഷാഫലം പുറത്തു വന്നതിന് പിന്നാലെ വിദ്യാർത്ഥി ജീവനൊടുക്കി. പുൽപ്പറ്റ കാരാപ്പറമ്പ് അധികാരക്കുന്നത്ത് ശിഹാബുദ്ദീന്റെ മകൻ മുഹമ്മദ് ഷംസാനാണ് മരിച്ചത്. പൂക്കുളത്തൂർ CHMHS സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. കുളിമുറിയിൽ കയറിയ ഷംസാനെ ഉമ്മ പുറത്തുനിന്ന് വിളിച്ചെങ്കിലും മറുപടിയൊന്നും വന്നില്ല. ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതിനാൽ ഉമ്മ വാതിൽ പൊളിച്ചു നോക്കി. അപ്പോൾ വെന്റിലേറ്ററിൽ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.